Hi everyone, third semester Complementary course മാത്തമാറ്റിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. The fundamental notion of the limit of a vector function r of t equal to f of t, g of t, h of t is defined in terms of the limits of the component function. That is definition, limit of a vector function. If limit t tends to a f of t, limit t tends to a g of t and limit t tends to a h of t exist, then limit t tends to a r of t equal to limit t tends to a f of t, limit t tends to a g of t, limit t tends to a h of t. അതായത് നമ്മളൊരു വെക്ടറിലെ അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് ആർ ഓഫ് ടി ഈക്വൽ ടു കമ്പോണൻസ് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി എന്നുള്ളതാണ് നമ്മുടെ വെക്ടർ ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓർ എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നുള്ളതും നമുക്ക് ഈ ഒരു വെക്ടർ ഫംഗ്ഷന്റെ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് പറയാൻ പറ്റും. ആ ഒരു വെക്ടർ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ കമ്പോണൻസ് ആയിട്ട് വരുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കമ്പോണന്റ് ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ ആ ഒരു ലിമിറ്റ് കമ്പോണന്റ് ആയിട്ട് വരുന്ന വെക്ടർ എന്നുള്ളതാണ് ഒരു വെക്ടർ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് t tends to a r of t equal to limit t tends to a f of t I plus limit t tends to a g of t j plus limit t tends to a h of t k. ആ ഒരു വെക്ടർ എന്നുള്ളതാണ് ലിമിറ്റ് ഓഫ് ആർ ഓഫ് ടി എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഇവിടെ t tends to a എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന t tends to a പ്ലസ് t tends to a മൈനസ് t tends to infinity or t tends to minus infinity എന്നുള്ള എല്ലാ ലിമിറ്റും എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ റിയൽ വാല്യൂഡ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്യാം. ഇവിടെ t tends to a പ്ലസ് അല്ലെങ്കിൽ t tends to a മൈനസ് എന്ന് പറയുന്നത് t tends to a പ്ലസ് എന്ന് പറയുന്നത് t എന്ന് പറയുന്ന വേരിയബിൾ എയിലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് എന്നുള്ളതാണ്. t tends to a മൈനസ് എന്ന് പറയുന്നത് t എന്നുള്ള വേരിയബിൾ a എന്നുള്ള വാല്യൂയിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു നോഷനൊക്കെ നമുക്ക് ഇവിടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനിൽ യൂസ് ചെയ്യാം. അവിടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനിൽ വരുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് എന്നുള്ളതാണ് നമ്മൾ വെക്ടർ ഫംഗ്ഷന്റെ ലിമിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, as an immediate consequence of definition 9.1.1, we have the following result, that is properties of limit. If limit t tends to a r1 of t is equal to vector l1 and limit t tends to a r2 of t is equal to vector l2, then first property, limit t tends to a c into r1 of t equal to c into vector l1 where c is a scalar. Second property, limit t tends to a r1 of t plus r2 of t equal to vector l1 plus vector l2. And last property, limit t tends to a r1 of t dot r2 of t equal to l1 dot l2. ഇവിടെ നമ്മൾ ലിമിറ്റിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൽ അറിയാവുന്ന പ്രോപ്പർട്ടീസ് ആണ്. സ്കെയിലാർ മൾട്ടിപ്പിൾ വരികയാണെങ്കിൽ, അതേപോലെ സമ്മ്, പ്രോഡക്റ്റ് എന്നുള്ള ടേംസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് എന്നുള്ളത് സം ഓഫ് ദ ലിമിറ്റ്സ്, അതേപോലെ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് ദ ലിമിറ്റ്, പ്രോഡക്റ്റ് വരികയാണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ലിമിറ്റ്സ് എന്നുള്ള ഫോമിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേ പ്രോപ്പർട്ടീസ് തന്നെ ഇവിടെ നമുക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനിലും പറയാം. അതായത് r1 of t എന്ന് പറയുന്നത് ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ്, r2 of t എന്ന് പറയുന്നത് വേറൊരു വെക്ടർ ഫംഗ്ഷൻ ആണ്. ആ രണ്ട് വെക്ടർ ഫംഗ്ഷൻ്റെയും ലിമിറ്റ് അത് t equal to a എന്നുള്ള വാല്യൂവിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന വെക്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് ലിമിറ്റ് ഓഫ്
ദാറ്റ് വെക്റ്റർ ഫംഗ്ഷൻ എന്നുള്ളതാണ് വരുന്നത്. അതേപോലെ സം ഓഫ് ദ വെക്റ്റർ ഫംഗ്ഷൻസ് എന്നുള്ളതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സം ഓഫ് ദ ലിമിറ്റ്സ് എന്നുള്ളതാണ് വരുന്നത്. അതേപോലെ വെക്റ്ററിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് വെക്റ്ററിന്റെ ഇന്നർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് വെക്റ്റർ ഫംഗ്ഷനിലും ഡിഫൈൻ ചെയ്യാം. r1 of t ഡോട്ട് r2 of t എന്നുള്ളത് വരുമ്പോൾ നമുക്ക് അവിടെ കമ്പോണന്റ് വൈസ് പ്രോഡക്റ്റ് എടുത്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഇന്നർ പ്രോഡക്റ്റ് എന്നുള്ളത് വരുന്നത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് t ടെൻസ് ടു a r1 of t ഡോട്ട് r2 of t എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പോണൻസിലെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ആ രണ്ട് വെക്റ്റർ ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ സെപ്പറേറ്റ് ഡോട്ട് പ്രോഡക്റ്റ് എന്നുള്ളതായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ലിമിറ്റ്സ് ഓഫ് ദി വെക്റ്റർ ഫംഗ്ഷൻ എന്നുള്ളതായിരിക്കും ലിമിറ്റ് ഓഫ് ഡോട്ട് പ്രോഡക്ട്സ് ഓഫ് വെക്റ്റർ ഫംഗ്ഷൻ എന്നുള്ളത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് ഡയറക്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ r1 of t എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ f1 of t, f2 of t, f3 of t എന്ന് പറഞ്ഞിട്ട് മൂന്ന് കമ്പോണൻസ് f1, f2, f3 എന്നുള്ളത് എടുക്കാം. r2 of t എന്ന് പറയുന്നത് g1 of t, g2 of t, g3 of t എന്ന് പറഞ്ഞിട്ട് മൂന്ന് കമ്പോണൻസ് നമുക്ക് r2 of t എന്നുള്ള വെക്റ്റർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ r1 of t യുടെ ലിമിറ്റ് എന്ന് പറയുന്നത് L1 എന്ന് പറയുമ്പോൾ മൂന്ന് കമ്പോണൻസിൽ സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് t ടെൻസ് ടു a f1 of t, ലിമിറ്റ് t ടെൻസ് ടു a f2 of t ആൻഡ് ലിമിറ്റ് t ടെൻസ് ടു a f3 of t എന്നുള്ള കമ്പോണന്റ് വരും. അപ്പോൾ c ഇൻറ്റു r1 of t എന്ന് പറയുന്നത് c ഇൻറ്റു f1 of t, c ഇൻറ്റു f2 of t, c ഇൻറ്റു f3 of t എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെക്റ്റർ ആയിരിക്കും വരിക. അപ്പോൾ അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കമ്പോണൻറ്റ് വൈസ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആണ് കമ്പോണൻറ്റ് വൈസ് വരുന്നത്. അപ്പോൾ ലിമിറ്റ് t ടെൻസ് ടു a c ഇൻറ്റു f1 of t എന്ന് പറയുന്നതിന് നമുക്ക് c ഇൻറ്റു ലിമിറ്റ് t ടെൻസ് ടു a f1 of t എന്നുള്ള എഴുതാം. ലിമിറ്റ് t ടെൻസ് ടു c ഇൻറ്റു f2 of t എന്ന് പറയുന്നത് c ഇൻറ്റു ലിമിറ്റ് t ടെൻസ് ടു a f2 of t. അതേപോലെ ലിമിറ്റ് t ടെൻസ് ടു a c ഇൻറ്റു f3 of t എന്ന് പറയുന്നത് c ഇൻറ്റു ലിമിറ്റ് t ടെൻസ് ടു a f3 of t എന്നുള്ളത് എഴുതാം. അപ്പോൾ മൂന്ന് കമ്പോണൻസിലും സ്കീലാർ നമുക്ക് c എന്നുള്ളത് വരുമ്പോൾ ആ c എന്ന് പറയുന്ന ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് c ഇൻറ്റു കമ്പോണൻസ് ഓഫ് ലിമിറ്റ് എന്നുള്ളത് എഴുതാം. ദാറ്റ് ഈസ് c ഇൻറ്റു L1 എന്നുള്ളത് എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ നമുക്ക് സം എന്നുള്ളതും ഡോട്ട് പ്രോഡക്റ്റ് എന്നുള്ളതും ഡയറക്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫ് എന്നുള്ളത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് നിങ്ങളുടെ നോട്ട്സിൽ എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അതായത് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന വെക്റ്റർ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സാമ്പിൾ, ലെറ്റ് r of t equal to a cos t I plus a sin t j plus ct k. Then limit t tends to pi r of t equal to, നമ്മൾ പറഞ്ഞു ഒരു വെക്റ്റർ ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ കമ്പോണൻസ് f1 f of t, g of t, h of t എന്നുള്ളതിനെ f of t I plus g of t j plus h of t k എന്നുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് ഐ ജെ കെ എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് എന്നുള്ളതിൻ്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്റ്റേഴ്സ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കമ്പോണൻറ്റ് വൈസ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു പൈ ആർ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഓരോ കമ്പോണൻറ്റിലും ആ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു പൈ എ കോസ് ടി ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു പൈ എ സൈൻ ടി ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു പൈ സി ഇൻറ്റു ടി കെ. ഇവിടെ നമുക്ക് ലിമിറ്റ് ടി ടെൻസ് ടു പൈ എ കോസ് ടി എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് എ കോസ് ടിയിൽ ടി പൈയിലേക്ക് പോകുമ്പോഴുള്ള ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ എ ഇൻറ്റു ലിമിറ്റ് ടി ടെൻസ് ടു പൈ കോസ് ടി എന്നുള്ളത് എഴുതാം. ആസ് ടി ടെൻസ് ടു പൈ കോസ് ടി ടെൻസ് ടു മൈനസ് പൈ മൈനസ് 1 കോസ് പൈ എന്ന് പറയുന്നത് -1 എന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു പൈ കോസ് ടി എന്ന് പറയുമ്പോൾ കോസ് പൈ എന്നുള്ളത് വരും. ദാറ്റ് ഈസ് -1 എന്നുള്ളത് വരും.
a ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ ഈ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് -a എന്നുള്ളത് വരും. അപ്പോൾ നമ്മൾ ആ വെക്റ്റർ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് -a എന്നുള്ളതാണ് വരുന്നത്. പ്ലസ് സെക്കൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് t ടെൻസ് ടു പൈ a ഇൻറ്റു സൈൻ t എന്ന് പറയുമ്പോൾ a ഇൻറ്റു ലിമിറ്റ് t ടെൻസ് ടു പൈ സൈൻ t എന്നുള്ളത് വരും. ദാറ്റ് ഈസ് a ഇൻറ്റു സൈൻ പൈൻ്റെ വാല്യൂ 0 ആണ്. a ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0 എന്നുള്ളതായിരിക്കും സെക്കൻഡ് കമ്പോണൻറ്റ് വരുന്നത്. ആൻഡ് ഫൈനലി തേർഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് t ടെൻസ് ടു പൈ c ഇൻറ്റു t എന്നുള്ളതാണ്. ദാറ്റ് ഈസ് c ഇൻറ്റു ലിമിറ്റ് t ടെൻസ് ടു പൈ t എന്നുള്ളത് വരും. ഇപ്പോൾ t ടെൻസ് ടു പൈ ലിമിറ്റ് ഓഫ് t ടെൻസ് ടു പൈ t എന്ന് പറയുന്നത് പൈ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ c ഇൻറ്റു പൈ എന്നുള്ളത് വരും. അപ്പോൾ തേർഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് c പൈ എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ലിമിറ്റ് വെക്റ്റർ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആയിട്ട് വരുന്ന വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെക്റ്റർ എന്ന് പറയുന്നത് -ai പ്ലസ് 0j പ്ലസ് c പൈ k എന്നുള്ളതാണ്. ഓർ -ai പ്ലസ് c പൈ k എന്നുള്ള രണ്ട് കമ്പോണൻസ് മാത്രം വരുന്നത്. അപ്പം ഇവിടെ തേർഡ് സെൻറ്ററിൽ വരുന്ന കമ്പോണൻറ്റ് 0 ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഓൾറെഡി ട്രിപ്ലറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ -a 0 c പൈ എന്നുള്ള വെക്റ്ററാണ് എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ ഡയറക്ഷൻ കാണിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് 0 കമ്പോണൻറ്റ് വരുന്നുണ്ടെങ്കിൽ അത് 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ട്രിപ്ലറ്റ് ആയിട്ട് കമ്പോണൻസ് എഴുതുകയാണെങ്കിൽ നമ്മൾ അവിടെ 0 വരുന്ന പൊസിഷനിൽ 0 എന്നുള്ള കമ്പോണൻറ്റ് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, let r of t equal to t square I plus e raised to t j minus 2 cos pi t k. Then limit t tends to 0, r of t equal to components wise limit എടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ കമ്പോണൻറ്റ് വരുമ്പോൾ ലിമിറ്റ് t tends to 0 t square into I എന്നുള്ളത് വരും. സെക്കൻഡ് വൺ ലിമിറ്റ് t tends to 0 e raised to t j എന്നുള്ളത് വന്നു. മൈനസ് ലിമിറ്റ് t tends to 0 2 cos pi t k എന്നുള്ളത് വന്നു. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടി സ്ക്വയറിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആസ് t tends to 0 t square tends to 0. അപ്പോൾ 0 I എന്നുള്ളത് വരും. പ്ലസ് നെക്സ്റ്റ് ലിമിറ്റ് t tends to 0 e raised to t എന്ന് പറയുന്നത് e raised to 0 എന്നുള്ളത് e raised to 0 1. അപ്പോൾ 1 ഇൻറ്റു j എന്നുള്ളത് വന്നു. നെക്സ്റ്റ് വരുന്നത് ലിമിറ്റ് t tends to 0 2 cos pi t എന്നുള്ളതാണ്. ആസ് t tends to 0 cos pi t tends to cos 0. cos 0 എന്ന് പറയുന്നത് 1 എന്നുള്ളതാണ്. ഇപ്പോൾ 2 ഇൻറ്റു 1 2 എന്നുള്ളത് വരും. ദാറ്റ് ഈസ് ഇവിടെ ഒരു മൈനസ് സൈൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിമിറ്റ് ആയിട്ട് വരുന്ന വെക്റ്റർ എന്ന് പറയുന്നത് 0i പ്ലസ് j മൈനസ് 2k എന്നുള്ളതാണ്. 0i എന്നുള്ളത് വരുന്നതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കിയിട്ട് j മൈനസ് 2k എന്നുള്ളത് പറയാം. കമ്പോണൻറ്റ് വൈസ് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത് 0 1 മൈനസ് 2 എന്നുള്ള ആ ഒരു വെക്റ്റർ ആയിരിക്കും r of t എന്നുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. റിയൽ വാല്യൂഡ് ഫംഗ്ഷനിൽ പറയുന്ന കണ്ടിന്യൂറ്റി എന്നുള്ളത് നമുക്ക് ഒരു വെക്റ്റർ ഫംഗ്ഷനിലെ കണ്ടിന്യൂറ്റി ആയിട്ടും പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് ആ ഒരു ഫംഗ്ഷൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. ആ ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂ എന്നുള്ളതും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ഡൊമെയിനിൽ കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നും പറയും. അതേപോലെ നമ്മളിവിടെ വെക്റ്റർ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി പറയുമ്പോഴും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക, ഫംഗ്ഷൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക, ആ ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂവും സെയിം ആയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡെഫിനിഷൻ, എ വെക്റ്റർ ഫംഗ്ഷൻ R is said to be continuous at t equal to a if first condition R of a is defined. That is, the vector function at a is defined. Second one, limit t tends to a R of t exists. That is, വെക്റ്റർ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്നുള്ളത് t ഈക്വൽ ടു a എന്നുള്ള പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുക. ആൻഡ് തേർഡ് കണ്ടീഷൻ, ലിമിറ്റ് t ടെൻസ് ടു a r of t ഈക്വൽ ടു r of a. അതായത് ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നതും ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് a എന്ന് പറയുന്നതും സെയിം ആയിരിക്കാനുള്ളത്. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം
the vector function r of t is continuous at t equal to a. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു കണ്ടിന്യൂസ് വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ആർ ഓഫ് ടി എന്ന് പറയുന്നത് അതിൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്കിവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ കമ്പോണൻസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും R of t is continuous at t equal to a if and only if the component functions f, g and h are continuous there. ഇപ്പോൾ കമ്പോണൻസ് വൈസ് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കമ്പോണൻസ് വൈസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂവിന് ഈക്വൽ ആവുകയുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ ആർ ഓഫ് എ എന്നുള്ളത് ഡിഫൈൻഡ് ആവുകയും അതേപോലെ ആർ ഓഫ് ടിയുടെ ലിമിറ്റ് ടി ഈക്വൽ ടു എയിൽ എക്സിസ്റ്റ് ചെയ്യും. ആ രണ്ട് വാല്യൂസ് ഈക്വൽ ആവുകയും ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റിൻ്റെ കണ്ടിന്യൂറ്റിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ആർ ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എഫ്, ജി ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ് ദർ. ഓക്കെ, ഒരു ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾസ് നോക്കാം. First one, consider the vector function r of t equal to cos t I plus e raised to t j plus t square k. Here the component functions cos t, e raised to t and t square are continuous at every real value t. Hence, r of t is also continuous everywhere. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർ ഓഫ് ടി എന്നുള്ളത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആർ ഓഫ് ടിൻ്റെ വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മളൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യണം. അതേപോലെ ടി ടെൻസ് ടു ആ ഒരു പോയിന്റ് എന്ന് പറയുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതേപോലെ ആ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ എന്നുള്ളതും ലിമിറ്റ് എന്നുള്ളതും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ കമ്പോണൻറ്റ് വൈസ് പറയുകയാണെങ്കിൽ ഓരോ കമ്പോണൻറ്റിൻ്റെയും ഫംഗ്ഷൻ്റെ വാല്യൂ ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യണം. ആ പോയിന്റിലേക്കുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ പോയിന്റിലേക്ക് വരുന്ന ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂ എന്നുള്ളതും സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം കോസ് ടി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇ റേസ് ടു ടി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ടി സ്ക്വയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഫോർ എനി റിയൽ നമ്പർ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം കമ്പോണൻസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആർ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്നുള്ളതും വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നതും continuous ആയിരിക്കും for every real number t. Okay, അടുത്ത എക്സാമ്പിൾ the vector function r of t equal to t cube I plus 5tj plus 1 by t into k is not continuous at t equal to 0 since the component function h of t equal to 1 by t is not continuous at t equal to 0. അപ്പോൾ കണ്ടിന്യൂസ് അല്ലാത്തൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. r of t equal to t cube I plus 5tj plus 1 by tk എന്നുള്ളതാണെങ്കിൽ ഇതിൻ്റെ കമ്പോണൻസ് ടി ക്യൂബ് 5t 1 by t എന്നുള്ള ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ടി ക്യൂബും 5t എന്ന് പറയുന്നത് എവരിവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. പക്ഷെ 1 by t എന്ന് പറയുന്നത് t ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് അല്ല. അപ്പം നമുക്ക് കറസ്പോണ്ടിങ്ലി പറയാൻ പറ്റുന്നത് ഈ ആർ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്നുള്ളത് വെക്റ്റർ ഫംഗ്ഷൻ എന്നുള്ളത് t ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് കണ്ടിന്യൂറ്റി എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളതാണ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ എന്നുള്ളത്. നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്തിരുന്നത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് ടിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു എ എഫ് ഓഫ് ടി എന്നുള്ളതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 1 ബൈ ഡെൽറ്റ ടി ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി എന്നുള്ളതാണ് എഫ് ഓഫ് ടി എന്നുള്ളതായിരുന്നു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് പറയുന്നത്. ആ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് ടീനെ റീപ്ലേസ് ചെയ്ത് വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി എന്നുള്ളത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഈസ് ഡിഫൈൻഡ് ബൈ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഓർ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 1 ബൈ ഡെൽറ്റ ടി
ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആർ വെക്റ്റർ ഫംഗ്ഷൻ ആർ വിത്ത് റെസ്പെക്ട് ടു ടി എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചേഞ്ചസ് എടുക്കുക. ടി ഡെൽറ്റ ടി ആവുമ്പോൾ ടി പ്ലസ് ഡെൽറ്റ ടി എന്നുള്ള ആ പോയിന്റിലുള്ള വെക്റ്റർ ഫംഗ്ഷന്റെ വാല്യൂ മൈനസ് ടി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്നുള്ളതാണ് ആ ഒരു ചേഞ്ച് എന്നുള്ളത്. ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടി എന്നുള്ളത് വരുമ്പോൾ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി ബൈ ഡെൽറ്റ ടി എന്നുള്ളത് വരും. അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ഓൾ ടി ഫോർ വിച്ച് ദ ലിമിറ്റ് എക്സിസ്റ്റ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് കണ്ടിന്യൂസ് ആവണം എന്നില്ല. ആ ഒരു കണ്ടിന്യൂറ്റിന്റെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതേപോലെ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിച്ചിട്ട് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലിമിറ്റ് എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, പക്ഷെ നമുക്ക് തിരിച്ചു പറയാൻ പറ്റും, ഒരു ഡെറിവേറ്റീവ് എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ലി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും ആ ഒരു പോയിന്റിൽ. കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഡെറിവേറ്റീവിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു തിയറാണ് നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ലിമിറ്റും കണ്ടിന്യൂറ്റിയും അതിന്റെ കമ്പോണന്റ് വൈസിൽ പറഞ്ഞതുപോലെ തന്നെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതും കമ്പോണന്റ് വൈസിൽ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് if r of t equal to f of t, g of t, h of t, where f, g and h are differentiable, then r dash of t equal to f dash of t, g dash of t, h dash of t. അതായത് ഒരു വെക്റ്റർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് കമ്പോണൻസ് എന്നുള്ളത് കമ്പോണന്റ് ആയിട്ട് വരുന്ന മറ്റൊരു വെക്റ്റർ ഫംഗ്ഷൻ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് പ്രൂഫ് എന്നുള്ളത് ഡയറക്റ്റ് ഡെറിവേറ്റീവിന്റെ ഫോർമുലയിൽ, അതായത് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 1 ബൈ ഡെൽറ്റ ടി ഇൻറ്റു ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി എന്നുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 1 ബൈ ഡെൽറ്റ ടി ഇൻറ്റു ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി എന്നുള്ളതാണ് വരുന്നത്. ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കമ്പോണൻസിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ ആർ ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി എന്നുള്ളതാണ്. അപ്പോൾ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി, ജി ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി, എച്ച് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്നുള്ളത് വരും. അപ്പോൾ ഇവിടെ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് the vector f of t plus delta t, g of t plus delta t, h of t plus delta t minus vector f of t, g of t, h of t എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു രണ്ട് വെക്ടേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്പോണൻസ് വൈസ് ഡിഫറൻസ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 1 ബൈ ഡെൽറ്റ ടി ഇൻറ്റു ദ വെക്ടർ ഫസ്റ്റ് കമ്പോണന്റ് എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി എന്നുള്ളത് വരും. സെക്കൻഡ് കമ്പോണന്റ് ജി ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ജി ഓഫ് ടി എന്നുള്ളത് വരും. തേർഡ് കമ്പോണന്റ് എന്നുള്ളത് എച്ച് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എച്ച് ഓഫ് ടി എന്നുള്ളത് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 ബൈ ഡെൽറ്റ ടിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കമ്പോണൻസിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ കമ്പോണന്റ് എന്നുള്ളത് എന്തായിട്ട് മാറും? എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ബൈ ഡെൽറ്റ ടി എന്നുള്ളത് വരും. സെക്കൻഡ് കമ്പോണന്റ് ജി ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ജി ഓഫ് ടി ബൈ ഡെൽറ്റ ടി എന്നുള്ളത് വരും. തേർഡ് കമ്പോണന്റ് എച്ച് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എച്ച് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നുള്ളത് വരും. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഈ ഒരു വെക്ടറിൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിലെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പോണൻസിലെ ഓരോ കമ്പോണന്റിന്റെ ലിമിറ്റ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് വരുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നുള്ളത് വരും. സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ജി ഓഫ് ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ജി ഓഫ് ടി ബൈ ഡെൽറ്റ ടി എന്നുള്ളത് വരും. തേർഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്
ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 h ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് h ഓഫ് ടി ബൈ ഡെൽറ്റ ടി എന്നുള്ളത് വരും. ഇവിടെ ഓരോ കമ്പോണൻസ് എന്ന് പറയുന്നത് ഓരോ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ലിമിറ്റ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അവിടെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കമ്പോണന്റ് എഫ് ഡാഷ് ഓഫ് ടി എന്നുള്ളതാണ്, സെക്കൻഡ് കമ്പോണന്റ് ജി ഡാഷ് ഓഫ് ടി എന്നുള്ളതാണ്, തേർഡ് കമ്പോണന്റ് എച്ച് ഡാഷ് ഓഫ് ടി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി, ജി ഡാഷ് ഓഫ് ടി, എച്ച് ഡാഷ് ഓഫ് ടി എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ അതിനെ കമ്പോണന്റ് വൈസ് ഡെറിവേറ്റീവ് എടുത്തിട്ട് ഒരു വെക്റ്റർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ അതിന്റെ കമ്പോണന്റ് വൈസ് ഡെറിവേറ്റീവ് എടുത്തിട്ട് ഒരു വെക്റ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവിന്റെ ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ലെറ്റ് ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് സി ടി കെ, ദെൻ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു നേരത്തെ റിസൾട്ട് പറഞ്ഞു നമ്മൾ കമ്പോണന്റ് വൈസ് ഡെറിവേറ്റീവ് എടുക്കാന്നുള്ളത്. അപ്പം ഡി ബൈ ഡി ടി ഓഫ് എ കോസ് ടി ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് എ സൈൻ ടി ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് സി ടി കെ. ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് എ കോസ് ടി എന്ന് പറയുന്നത് എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു മൈനസ് സൈൻ ടി എന്നുള്ളത് വരും. ഇപ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് മൈനസ് എ സൈൻ ടി എന്നുള്ളതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് എ സൈൻ ടി എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി എന്നുള്ളത് വരും. ദാറ്റ് ഈസ് എ ഇൻറ്റു കോസ് ടി എന്നുള്ളത് വരും. തേർഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് സി ടി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് സി സ്കെയിലർ ആണ്. അപ്പോൾ സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി എന്നുള്ളത് വരും. ടിന്റെ ഡെറിവേറ്റീവ് 1. ദാറ്റ് ഈസ് തേർഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് സി എന്നുള്ളത് വരും. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് സി കെ എന്നുള്ളതാണ്. കമ്പോണൻസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ട്രിപ്ലെറ്റ് മൈനസ് എ സൈൻ ടി എ കോസ് ടി സി എന്നുള്ളതായിരിക്കും നമ്മുടെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ എന്നുള്ളത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഐ പ്ലസ് ഇ റേസ് ടു ടി ജെ മൈനസ് 2 കോസ് പൈ ടി കെ, ദെൻ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു ടി ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് മൈനസ് 2 കോസ് പൈ ടി കെ. അപ്പോൾ ഇവിടെ ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2t എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് 2t എന്നുള്ളത് വരും. സെക്കൻഡ് കമ്പോണന്റ് ഇ റേസ് ടു ടിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ടി എന്നുള്ളതാണ്. ഇപ്പോൾ സെക്കൻഡ് കമ്പോണന്റ് ഇ റേസ് ടു ടി എന്നുള്ളത് വന്ന് മൈനസ് 2 കോസ് പൈ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 2 ഇൻറ്റു സൈൻ പൈ ടി ഇൻറ്റു പൈ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് 2π ഇൻറ്റു സൈൻ പൈ ടി എന്നുള്ളത് വരും. ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 2ti പ്ലസ് ഇ റേസ് ടു ടി ജെ പ്ലസ് 2π സൈൻ പൈ ടി എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ എന്നുള്ളതാണ്. നമ്മൾ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ കമ്പോണൻസിലെ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ് എന്നുള്ള ടേംസിലാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.